നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഈ പാത്രത്തിലിരിക്കുന്ന 4 പോർഷൻ അരപ്പ് 2 കിലോ മീൻ കറി വയ്ക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ അതാണ് കേട്ടോ. ഞാനിപ്പം 1 കിലോ മീനാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 2 പോർഷൻ എടുത്തു, വെള്ളം ഒഴിച്ചു, മീൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടു, ഉപ്പ് അരപ്പ് ഉണ്ടാക്കിയപ്പോൾ ഇട്ടതാണ്, എന്നാലും ആവശ്യത്തിന് ഉപ്പില്ലാന്ന് തോന്നുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഉപ്പിട്ട് മീഡിയം തീയിൽ മൂടി വെച്ച് കുക്ക് ചെയ്യുക. എന്ത് പെട്ടെന്ന് ആ കാര്യം കഴിഞ്ഞതല്ലേ. അവസാനം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നിർത്താം. നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു കറിയുടെയെങ്കിലും അരപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് ജോലി തീരും. അപ്പോൾ അതിന് വേണ്ട ഒന്നിച്ച് വഴറ്റാൻ വേണ്ടിയുള്ള അരപ്പിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അതിൻ്റെ കണക്ക്. അതിന് വേണ്ടത് ചുവന്നുള്ളി ഒരു 1/4 കിലോ, വെളുത്തുള്ളി 1.5 കുടം, ഇഞ്ചി ഒരു 2 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, ഒരു എണ്ണ ഒരു 1/4 കപ്പ്, കറിവേപ്പില കുറച്ചധികം വേണം, ഒരു 5-6 തണ്ടായിക്കോട്ടെ. പച്ചമുളക് ഞാൻ വളരെ കുറച്ചേ എടുക്കുകയുള്ളൂ, 2 എണ്ണം എടുക്കുകയുള്ളൂ. മുളക് പൊടി ഒരു 6 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി എന്ന് പറഞ്ഞത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ. ഞാൻ പറഞ്ഞിരിക്കുന്ന ആ അളവിൽ 3/4 കൊച്ചുള്ളി വളരെ ചെറുതായിട്ട് നല്ലതായിട്ട് ഒരേപോലെ അരിയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചായിട്ട് അരിയുക, പച്ചമുളക് നടുവേ കീറിയാൽ മതി കേട്ടോ. ബാക്കിയുള്ള ഒരു 10-12 കൊച്ചുള്ളി മാറ്റി വെച്ചേക്കുക. അത് ഞാൻ എന്തിനാണെന്ന് പിന്നെ പറയാവേ. ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം നമ്മൾ കടുക് താളിച്ചു, അതിലോട്ട് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഉള്ളിയുടെയും അരപ്പിട്ട് കഴിഞ്ഞിട്ടുള്ള ആ അരപ്പിൻ്റെ നിറം മാറുന്നത് ശ്രദ്ധിച്ചോണം. എന്തുമാത്രം ഞാൻ മൂപ്പിക്കുന്നുണ്ട്, ആദ്യത്തേതിൽ നിന്നും ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും എന്ത് വ്യത്യാസം വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുക്കാം. മുളക് പൊടി ഇടുന്ന എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അത്രയും സമയം കുറയ്ക്കാനായിട്ട്. നമുക്ക് വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 6 ടേബിൾ സ്പൂണാണ് വേണ്ടത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കുക. ഇളക്കി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-12 ഉള്ളി മാറ്റി വെക്കണമെന്ന് പറഞ്ഞല്ലോ, ആ കൊച്ചുള്ളി അത്രയും ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇതെന്നാത്തിനാണെന്നറിയാവോ? ഇത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉള്ളിയും കൂടെ അരച്ച് അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊഴുത്ത ചാറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉള്ളിയും കൂടെ അരച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ നിറമൊക്കെ മാറി. ആദ്യമായിട്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെയൊക്കെ നിറം കുറേയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബീഫ് തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഒരു കറിയുടെ ഇതുപോലെ പ്രീമിക്സ് റെഡിയാക്കിയ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു അരപ്പാണത് കേട്ടോ. അത് ബീഫ് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചിക്കനും വെജിറ്റബിളും മുട്ടയും ചീമച്ചക്ക ഒക്കെ നമുക്ക് കറി വയ്ക്കാം, വെണ്ടയ്ക്ക ഒക്കെ അതുപോലെ നമുക്ക് കറി വയ്ക്കാം. അതുകൊണ്ട് ആ ഒരു അരപ്പ് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ മീൻകറിയുടെ അരപ്പുമായി ഇതുപോലെ ഇനിയും ഒരു 5-6 അരപ്പുകളും കൂടെ പ്രീമിക്സ് റെഡിയാക്കാവുന്ന രീതി ഞാൻ പോസ്റ്റ് ചെയ്യും. അതൊരു 2-3 ആഴ്ചയിലൊരിക്കൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് തന്നെയായാൽ എല്ലാവരും മടുത്തു പോകുകയില്ലേ. അതുകൊണ്ട് ഒരു 2-3 ആഴ്ചയിൽ ഒരിക്കൽ ഓരോ അരപ്പ് വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും 1-2 കറിയെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നതുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നോൺ വെജ് ഉണ്ടാക്കാവുന്നതുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാവുന്നതേ ഉള്ളൂ, ഒന്ന് തട്ടിക്കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് ഞാൻ സാധാരണ ഇങ്ങനെ വെക്കുന്നത് ഒന്നുകിൽ സിപ്ലോക്ക് ബാഗിൽ വെക്കും, അല്ലെങ്കിൽ സ്ക്വയറോ റെക്റ്റാങ്കിളോ ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അരപ്പ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരേപോലെ ലെവലാക്കി നമുക്ക് 3-ആയിട്ടോ 4-ആയിട്ടോ എത്രയായിട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലായിട്ട് അങ്ങ് അരപ്പ് ഡിവൈഡ് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇപ്പം നമ്മുടെ അരച്ച കൂട്ടൊക്കെ റെഡിയായി. അത് മിക്സി കഴുകിയ വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, കളറ് എന്തുമാത്രം മാറ്റിയെടുക്കാം. ഈ അരപ്പ് വഴറ്റുന്നതിലാണ് ഒരുപാട് നമുക്ക് എന്തായാലും വെച്ചേക്കേണ്ടതല്ലേ, നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കേണ്ടതാണല്ലോ. അപ്പോൾ ഉപ്പിടുന്നു, ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
നമുക്കിതിപ്പോൾ ആരെങ്കിലും ഒരു ചെറിയ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തു തരാൻ ആരെങ്കിലും നമുക്ക് സഹായത്തിന് ആളുള്ളപ്പോൾ അവരെ കൊണ്ട് ഇതെല്ലാം ഒന്ന് ചെയ്യിപ്പിച്ചിട്ട് ഇത് ഇരുന്ന് അരിയെ പൊളിക്കുക എന്നുള്ളതാണല്ലോ ഒരുപാട് നേരം എടുക്കുന്നത്. പിന്നെ വഴറ്റുന്നതും പാട് തന്നെയാണ്. പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റൗവിൽ ഇതങ്ങിട്ടിരുന്നാൽ അതവിടെ സൈഡിൽ അതങ്ങനെ അങ്ങ് ആയിക്കോളും. നമ്മുടെ വലിയൊരു ജോലിയാണ് അതിൽ നിന്ന് കുറഞ്ഞു കിട്ടുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ കളർ എന്തുമാത്രം ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന്. നല്ല ഡാർക്ക് കളറായി. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളിത് അരപ്പങ്ങ് വല്ലാതെ കരിഞ്ഞു ചൊവയോ അങ്ങ് മൂത്ത് പോകാതിരിക്കാനായിട്ട്, വല്ലാതെ മൂത്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആ സ്പൂൺ കൊണ്ട് തന്നെ നമ്മളൊന്ന് ഫ്ലാറ്റാക്കി അതൊന്ന് നിരപ്പാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ഇളക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് വീണ്ടും ഇങ്ങനെ ഇളക്കി നിങ്ങൾക്ക് എത്രയും നേരം അങ്ങനെ ആ അടുപ്പിൽ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ. പിന്നെ മൂത്ത് പോകരുതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അരപ്പ് കരിഞ്ഞു പോകരുത്. അതിന് സമ്മതിക്കാതിരുന്നാൽ നമ്മൾ എത്രയും വഴറ്റുന്നോ അത്രയും നല്ലത്. അതേ കണ്ടോ, ഇപ്പം നല്ല കട്ടയായി നമ്മുടെ ആ അരപ്പ് നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി അതിലോട്ട് ഇപ്പം ഇടുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് നമ്മൾ തണുക്കാനായിട്ട് കുറച്ച് നേരം ആ പാത്രത്തിൽ തന്നെ വെക്കുക. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരിച്ചിരി പോലും ചൂടില്ലാതാകുമ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെക്കാം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗിലോട്ട് വേണമെങ്കിൽ മാറ്റാം. 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് ഫ്രീസ് ചെയ്ത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമാണല്ലോ. അപ്പം ആ ഓരോ പീസ് സിപ്ലോക്ക് ബാഗിലിട്ടാൽ നമുക്ക് അതും എടുക്കാൻ എളുപ്പം തന്നെയാണ്. കുറേ കൂടെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 1/2 കിലോ വെച്ച് 2 കിലോയ്ക്കുള്ളതാണ്. ഈ അരപ്പ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇതിനേക്കാട്ടിൽ കൂടുതൽ എരിവ് വേണോ? ഇതൊരു സാമാന്യം നല്ല എരിവുണ്ട്. എന്നാലും എനിക്കറിയില്ല, ഓരോരുത്തരുടെ എരിവ്, നല്ല എരിവെന്ന് പറയുന്നത് തന്നെ ഓരോ അളവിലാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ആദ്യം ഈ അളവിൻ്റെ 4/1, അതായത് 1/2 കിലോ മീനിനുള്ള അരപ്പ് ആദ്യം എടുത്തൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കതിനകത്ത് എന്തൊക്കെ കൂട്ടണം കുറയ്ക്കണം എന്നുള്ളത് ഓരോ വീട്ടിലും ഓരോ രീതിയിലുള്ള എരിവും ഉപ്പും കായപ്പൊടി ആയാലും ഉലുവാപ്പൊടി ആയാലും എല്ലാം ഓരോ രീതിയിലല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഈ ഒരു 1/2 കിലോയുടെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാകുകയാണെന്നുണ്ടെങ്കിൽ ഇതേ റെസിപ്പി പിന്നെ നിങ്ങൾക്ക് 3 or 4 കിലോയുടെ നിങ്ങൾക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കപ്പ. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതായാലും നമ്മൾ മറ്റ് തേങ്ങാപ്പീരിയൊക്കെ തോരൻ പോലെ വെച്ചിട്ട് എടുക്കുന്നതിനേക്കാട്ടിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു രുചിയാണ്. ഇതുപോലെ നമ്മൾ വെറുതെ തേങ്ങാപ്പീരിയും താളിച്ചിട്ട് തേങ്ങാപ്പീരിയും അതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഉപ്പിട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചു. പ്രഷർ കുക്കറിൽ നല്ല കപ്പയായിരുന്നു. അതുകൊണ്ട് ഒറ്റ വിസിൽ കേട്ടപ്പോൾ തന്നെ ഇച്ചിരി ഒന്ന് കൂടുതൽ വെന്തുപോയി. എനിക്ക് ഇച്ചിരി ഒന്ന് കുറഞ്ഞ് വെന്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഒറ്റ വിസിൽ കേട്ടു, അപ്പം തന്നെ ഞാൻ അതിൻ്റെ പ്രഷർ മുഴുവൻ കളഞ്ഞ് പ്രഷർ കുക്കർ തുറക്കുക ചെയ്തിട്ട് പോലും ഇച്ചിരി കൂടുതലൊന്ന് വെന്തുപോയി. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ടു. നമ്മൾ സാധാരണ താളിക്കുന്നത് പോലെ നല്ലതായിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടു. 1 കപ്പ് തേങ്ങ ഞാൻ ആദ്യം ഇട്ടത്. അപ്പോൾ എനിക്കൊരു ഇച്ചിരി കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരു 1/2 കപ്പും കൂടെ ഞാൻ തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി. അതങ്ങ് മൊരിയോ ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട. അപ്പോൾ കപ്പയും കൂടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുടഞ്ഞിട്ട് ചൂടോടുകൂടെ മീൻകറിയുടെ കൂടെ കഴിക്കാം. പിന്നെ പപ്പടം ഇരിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാവും. പക്ഷേ നല്ല ഒന്നാന്തരം കോമ്പിനേഷനാണ് കേട്ടോ, കപ്പയും മീൻകറിയുടെയും കൂടെ പപ്പടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണേ. നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാനിപ്പോൾ ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും 5 മണിക്ക് ഷോർട്ട് വീഡിയോയും ലെങ്തി വീഡിയോയും ഒക്കെ ആയിട്ട് മാറി മാറി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളത് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്